JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ കാണുന്ന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. KSEB വർക്കർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിജ്ഞാപനത്തിനെതിരെ ഒരു ഹർജി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ പരീക്ഷയ്ക്ക് മാറ്റമില്ല എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു വാർത്ത കഴിഞ്ഞ ദിവസം നിങ്ങൾ തൊഴിൽ വാർത്തക്കകത്തൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. KSEB ഇലക്ട്രിസിറ്റി വർക്കർ മസ്തൂർ വിജ്ഞാപനത്തിനെതിരെ കോടതിയിൽ ഹർജി സമർപ്പിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആരാണ് ഹർജി സമർപ്പിക്കപ്പെട്ടത്? പല ഉദ്യോഗാർത്ഥികളും ചോദിച്ചു. അപ്പോൾ മുൻ റാങ്ക് പട്ടികയിൽ ഉള്ളവരാണ് പുതിയ വിജ്ഞാപനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. നിയമ നടപടികളൊക്കെ നിർത്തിവെക്കണം എന്നുള്ളതാണ് പ്രസ്തുത ഹർജിയിലുള്ള ആവശ്യം. ഹർജികൾ ഫയലിൽ സ്വീകരിച്ച കോടതി PSCക്കും KSEBക്കും ഒക്കെ നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ KSEB വർക്കർ പരീക്ഷ നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ 30-ാം തീയതിയാണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ധാരാളം ഉദ്യോഗാർത്ഥികൾ തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവില് അപേക്ഷകരുടെ എണ്ണം 29,363 പേരാണ് ഈ തസ്തികയിലേക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. എന്നാൽ 24,917 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഉറപ്പ് നൽകിയത്. അപ്പോൾ ഉറപ്പ് നൽകാത്ത 4,446 പേരുടെ അപേക്ഷ PSC റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 30-ന് രാവിലെ 7 മണി മുതൽ 8:50 വരെയാണ് പരീക്ഷാ സമയം എന്ന് പറയുന്നത്. OMR പരീക്ഷയാണ് നടത്തുന്നത്. 1.5 മണിക്കൂറിൽ 100 ചോദ്യത്തിന് ഉത്തരം രേഖപ്പെടുത്തുകയും വേണം. ഇംഗ്ലീഷിലാണ് പരീക്ഷ എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. 14 ജില്ലകളിലെ ഇതുവരെ 985 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ 1500-ലേറെ ഒഴിവുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾ കണ്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ അയച്ചു നൽകുന്നതാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഈ KSEB ഇലക്ട്രിസിറ്റി വർക്കർ വിജ്ഞാപനത്തിനെതിരെ മുൻ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളാണ് ഹർജി കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ആ ഹർജിയെ സംബന്ധിച്ചുള്ള നടപടികളൊക്കെ നടക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. അപ്പോൾ ഈ പരീക്ഷയെ സംബന്ധിച്ച് പരീക്ഷയ്ക്ക് മാറ്റമില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത്. അപ്പോൾ പരീക്ഷയെ സംബന്ധിച്ചുള്ള തടസ്സങ്ങളൊന്നും തന്നെ നിലവിൽ ഇല്ല. എങ്കിലും പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് മുന്നോട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ഉദ്യോഗാർത്ഥികളെ വളരെയധികം വിഷമത്തിൽ ആഴ്ത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സെപ്റ്റംബർ 30-നാണ് പരീക്ഷ നിശ്ചയിച്ചത്. PSC ഈ കാര്യങ്ങളൊക്കെ തന്നെ കോടതിയെ ബോധിപ്പിക്കും. ഇതനുസരിച്ചുള്ള അറിയിപ്പ് പരീക്ഷാ കലണ്ടറിൽ PSC ഉൾപ്പെടുത്തി. ഈ പരീക്ഷ എഴുതുന്നതിനെ തുടർന്നുള്ള നിയമ നടപടികൾ കോടതിയെ ഈ ഹർജിയുടെ അന്തിമ വിധിക്ക് വിധേയമായിരിക്കുമെന്നാണ് അറിയിപ്പ് ഉള്ളത്. അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് ആശങ്കയിൽ ആഴ്ത്തുന്ന ഒരു വാർത്തയാണ്. ധാരാളം ഉദ്യോഗാർത്ഥികൾ ഈ തസ്തികയിലേക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ച ഒത്തിരിയധികം ഉദ്യോഗാർത്ഥികൾ വളരെ ശക്തമായ പഠനം മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ധാരാളം ഒഴിവുകൾ ഉണ്ട്. ഇപ്പോൾ നിലവിൽ 985 ഒഴിവുകളാണ് ഉള്ളതെങ്കിൽ പോലും 1500 ഒഴിവിന് മുകളിൽ ഒഴിവുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് പൊതുവെ അറിയാൻ കഴിയുന്നത്. എങ്കിൽ പോലും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചറാണ് പ്രസ്തുത തസ്തിക വഴി ലഭിക്കാൻ പോകുന്നത്. ആ ഒരു ഹർജി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ പരീക്ഷയെ സംബന്ധിച്ച് ഒരു ആശങ്ക എല്ലാ ഉദ്യോഗാർത്ഥികളുടെ ഉള്ളിലും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.